ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 3 ലെയർ ക്യാരറ്റ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് ലെയറിൽ പാലും, സെക്കൻഡ് ലെയറിൽ ബിസ്ക്കറ്റും, തേർഡ് ലെയറിൽ ക്യാരറ്റ് ജ്യൂസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് എന്ന് പറയുന്നത് അഗർ അഗർ എന്നും അറിയപ്പെടുന്നു. ഇത് കടലിൻ്റെ അടിയിലെ പായലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ജെല്ലിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വെക്കണം. നമുക്ക് ഇതിന് പകരം ജലാറ്റിൻ യൂസ് ചെയ്യാവുന്നതാണ്. ജലാറ്റിൻ എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ജെല്ലിംഗ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു 1/2 ലിറ്റർ പാല് ഒരു പാനിൽ ചൂടാക്കാൻ വെക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ചൈന ഗ്രാസ് ഇല്ലേ, അതൊരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. കാര്യം ചൈന ഗ്രാസ് പെട്ടെന്ന് കട്ടയാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഫോമിൽ മെൽറ്റായി കിട്ടണം. ചൈന ഗ്രാസ് നമ്മുടെ കടയിൽ നിന്നും ഷീറ്റായിട്ടും അതുപോലെ തന്നെ അരിഞ്ഞ രീതിയിലും മേടിക്കാൻ കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പാലിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒരു അരിപ്പ വഴി നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസിൽ ആവശ്യമില്ലാത്ത കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പ വഴി ഒഴിച്ചു കൊടുത്തത്. ചൈന ഗ്രാസ് ഒഴിച്ചു തുടങ്ങുമ്പോഴേക്കും പാലൊന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. ചൈന ഗ്രാസ് ചേർത്തേക്കണോണ്ട് തന്നെ ഇത് ജെല്ലി ആവാനായിട്ട് അധികം താമസമൊന്നും വേണ്ട. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി തേർഡ് ലെയറിനായിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 3 ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ജ്യൂസിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു വന്ന വരെയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ജ്യൂസ് ഒന്ന് കുറുകി വരും. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക്
ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒറ്റയടിക്കാണ്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു സ്പൂണിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് അധികം കട്ടിയില്ലാത്തതാണ്, അപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഏകദേശം ഒന്ന് വലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ തേങ്ങ ചിരകിയതും കാഷ്യൂനട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.